നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ കനക്കും. 9 ജില്ലകളിൽ റെഡ് അലർട്ട്. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി. കേരളത്തിൽ നിന്ന് വടക്കോട്ട് മാറിയ ചുഴലിക്കാറ്റ് ഇപ്പോൾ പനജി തീരത്ത് നിന്ന് 350 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മാത്രം ഓറഞ്ച് അലർട്ട്. മറ്റ് 11 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഗുജറാത്ത് ദിയു തീരങ്ങൾക്ക് ചുഴലിക്കാറ്റ് ജാഗ്രതാ മുന്നറിയിപ്പ്. ടൌട്ടെ മെയ് 18ഓടുകൂടി ഗുജറാത്ത് തീരത്തിന് അടുത്തെത്തിയേക്കും. ബംഗാൾ ഉൾക്കടലിൽ 20-ന് വീണ്ടും ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. മെയ് 31-ന് രാജ്യത്ത് മൺസൂൺ മഴ എത്തുമെന്നും പ്രവചനം. കേരള തീരത്ത് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം നാളെ വരെ തുടരും. അതിതീവ്രമോ അതിശക്തമായതോ ആയ മഴയും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അതിശക്തമായ കാറ്റും അതിശക്തമായ മഴയും കടൽക്ഷോഭവും വരും മണിക്കൂറുകളിലും തുടരും. പമ്പ, മണിമല, അച്ചൻകോവിലാർ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. ജലനിരപ്പ് അപകടകരമായ നിലയിൽ ആയതിനാലാണ് മുന്നറിയിപ്പെന്ന് കേന്ദ്ര ജല കമ്മീഷൻ. തീരങ്ങളിൽ ഉള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായാൽ മണിക്കൂറുകൾക്കകം അപകടകരമാകുന്ന നിലയിൽ ജലനിരപ്പ് ഉയരും. മൂഴിയാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാം തുറന്നുവിടാൻ സാധ്യത. ഡാം തുറന്നാൽ പമ്പാ നദിയിൽ 50 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയർന്നേക്കും. നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ കർശന നിർദ്ദേശം. സംസ്ഥാനത്ത് രൂക്ഷമായ കടലാക്രമണം. പലയിടങ്ങളിലും വീടുകൾ തകർന്നു. റോഡ് ഗതാഗതം താറുമാറായി. ഉപ്പളയിൽ കടലാക്രമണത്തിൽ ഇരുനില വീട് പൂർണ്ണമായും നിലംപൊത്തി. പ്രദേശത്തെ നിരവധി വീടുകൾ അപകട ഭീഷണിയിൽ. എറണാകുളം ചെല്ലാനത്ത് വീടുകളിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കയറി. ചെല്ലാനത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കൊച്ചിയിലെ കലൂർ, ജേർണലിസ്റ്റ് കോളനി, ജഡ്ജസ് അവന്യൂ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കയറി. അഗ്നിശമന സേന എത്തി വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്തു. എറണാകുളത്തെ തീരപ്രദേശങ്ങളിലെ നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കടൽ ഭിത്തി തകർന്നതിനെ തുടർന്ന് വെള്ളം ഇരച്ചു കയറിയെന്ന ആരോപണം. KJ മാക്സി MLAയ്ക്ക് നേരെ നാട്ടുകാരുടെ പ്രതിഷേധം. എറണാകുളം ജില്ലയിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കൊച്ചി താലൂക്കിൽ 13-ഉം കണയന്നൂർ താലൂക്കിൽ 2-ഉം ക്യാമ്പുകളാണ് തുറന്നത്. 89 കുടുംബങ്ങളിൽ നിന്നായി 410 പേർ ക്യാമ്പുകളിൽ. കനത്ത മഴയിൽ തൃശൂർ ചേർപ്പിൽ നിരവധി വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു. ഇരിങ്ങാലക്കുടയിൽ ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റിലേക്ക് മരങ്ങൾ വീണു. ജില്ലയിൽ എറിയാട്, ചാവക്കാട്, കയ്പമംഗലം എന്നിവിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. പൊന്നാനിയിൽ കടൽക്ഷോഭത്തെ തുടർന്ന് വീടുകളിൽ 1.5 ആൾ പൊക്കത്തിൽ മണൽ മൂടി. 100 കണക്കിന് കുടുംബങ്ങൾ ഇതോടെ പ്രതിസന്ധിയിൽ. ശക്തമായ കടൽക്ഷോഭത്തിൽ തിരുവനന്തപുരം വലിയതുറ കടൽ പാലത്തിന് വിള്ളൽ. പാലത്തിന്റെ ഒരു ഭാഗം ചരിഞ്ഞു.
70 വർഷത്തോളം പഴക്കമുള്ള പാലം എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന അവസ്ഥയിൽ. തിരുവനന്തപുരം പൊഴിയൂരിൽ കടലാക്രമണത്തിൽ വ്യാപക നാശം. തമിഴ്നാട്ടിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്നു. പ്രദേശത്തെ വീടുകൾക്കും നാശനഷ്ടം. ആലപ്പുഴയിലും കടൽക്ഷോഭം. ഒറ്റമശ്ശേരി, തൈക്കൽ, കാട്ടൂർ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിലും കടൽ കയറ്റത്തിലും വള്ളങ്ങൾ തകർന്നു. ചേന്നവേലി, തൈക്കൽ ഭാഗങ്ങളിൽ വീടുകളിലേക്ക് കടൽ ഇരച്ചുകയറി. ആലപ്പുഴ ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചേർത്തലയിൽ 8 കുടുംബങ്ങളും മാവേലിക്കര താലൂക്കിൽ തുറന്ന ക്യാമ്പിൽ 7 കുടുംബങ്ങളിൽ നിന്നുള്ള 21 പേരും. മഴയിൽ കുട്ടനാടൻ മേഖലയിൽ ജലനിരപ്പ് ഉയരുന്നു. ചമ്പക്കുളത്ത് ഇല്ലിമുറി തെക്കേ 900 പാടശേഖരം മട വീണ് തകർന്നു. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയതിനോടൊപ്പം തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നീക്കവും വേഗത്തിലാക്കി. ഇടുക്കിയിലും മഴ ശക്തം. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അടിമാലി കല്ലാർകുട്ടി ഡാം തുറന്നു. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ആദ്യ ക്യാമ്പ് തുറന്നത് ഉടുമ്പൻചോലയിൽ. മഴ ശക്തമായതോടെ ഇടുക്കി ജില്ലയിലെ 3 അണക്കെട്ടുകളുടെ ഷട്ടറുകളും തുറന്നു. മലങ്കര, കല്ലാർകുട്ടി, പാംബ്ല എന്നീ ഡാമുകളുടെ ഷട്ടറുകളാണ് തുറന്നത്. 3 അണക്കെട്ടുകളുടെയും ഷട്ടറുകൾ തുറന്ന് നിയന്ത്രണ അളവിലാണ് ജലം പുറത്തേക്ക് ഒഴുക്കുന്നത്. അണക്കെട്ടുകൾ തുറന്നതുമൂലം പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. പെരിയാറിന്റെ ഇരുകരകളിലും ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് അധികൃതർ. സംഭരണശേഷിയിൽ താഴെയാണ് ജലനിരപ്പ്. ഹൈറേഞ്ച് മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരം വീണ് നിരവധി വീടുകളുടെ മേൽക്കൂര തകർന്നു. NDRF സംഘത്തിന്റെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റാൻ ശ്രമം. കനത്ത മഴയിൽ ഇടുക്കിയിൽ പലയിടത്തും നാശനഷ്ടമുണ്ടായി. ഇടുക്കി വട്ടവടയിൽ അതിശക്തമായ കാറ്റും മഴയും നിരവധി വീടുകളുടെ മേൽക്കൂര പറന്നുപോയി. 10 വീടുകൾക്ക് മുകളിൽ മരം വീണു. 2 പേർക്ക് പരിക്കേറ്റു. 60ഓളം പോസ്റ്റുകൾ വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. ഇടുക്കി ജില്ലയിൽ സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ ഉടമസ്ഥർ മുറിച്ചു മാറ്റണമെന്ന് ജില്ലാ കളക്ടർ. ഇത് സംബന്ധിച്ച് ഉടമസ്ഥർക്ക് പഞ്ചായത്തുകൾ നോട്ടീസ് നൽകും. അപകടം സംഭവിച്ചാൽ ഭൂവുടമ ഉത്തരവാദിയായിരിക്കുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ. ഇടുക്കി വട്ടവടയിൽ ഗതാഗത തടസ്സം മൂലം ആശുപത്രിയിൽ എത്തിക്കാനാകാതെ രോഗി മരിച്ചു. വട്ടവട സ്വദേശി രാജയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 2 മണിയോടെ ഹൃദയാഘാതം ഉണ്ടായ രാജയെ മൂന്നാറിലെത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. വട്ടവട ഒറ്റപ്പെട്ട നിലയിൽ. ശക്തമായ കാറ്റിൽ ഇടുക്കി രാമക്കൽമേട്ടിൽ കാറ്റാടി പാടത്തിന് സമീപം വ്യാപക നാശനഷ്ടം. 4 വീടുകളുടെ മേൽക്കൂര കാറ്റിൽ തകർന്നു. വീട്ടുകാരെ സമീപ വീടുകളിലേക്ക് മാറ്റി. മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും പൊട്ടിവീണ പ്രദേശത്ത് നാശം സംഭവിച്ചു. ഇടുക്കി കല്ലാർകുട്ടി അണക്കെട്ട് തുറന്നു. ഷട്ടർ 2 അടി ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. പ്രദേശത്ത് മഴ തുടരുന്നു. തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. കോട്ടയം കുമരകം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വേളൂരിലാണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടത്. 3 വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. കോട്ടയം നാട്ടകത്ത് മരം വീണ് പള്ളിയുടെ മേൽക്കൂര തകർന്നു. ചെട്ടിക്കുന്ന് സെന്റ് പോൾ CMS ആംഗ്ലിക്കൻ പള്ളിയുടെ മുകളിലേക്കാണ് മരം വീണത്. തിരുവനന്തപുരം തിരുവല്ലത്തിന് സമീപം പരത്തുറയിൽ ശക്തമായ കടലാക്രമണം. 25ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് 5 തെങ്ങിൽ വൻ നാശനഷ്ടം. റോഡുകളും 100 കണക്കിന് വീടുകളും തകർന്നു. പെരുമാതുറ, താഴമ്പള്ളി മുതൽ 5 തെങ്ങ് വരെയുള്ള മേഖലകളിലെ വീടുകളിൽ വെള്ളം കയറി. ഉയർന്നു പൊങ്ങിയ തിരമാലകൾ മിക്ക വീടുകളിലും വൻ നാശനഷ്ടം ഉണ്ടാക്കി. കരുനാഗപ്പള്ളി വട്ടക്കായലിൽ ചൂണ്ടയിടാൻ പോയ യുവാക്കളുടെ വള്ളം മറിഞ്ഞു. യുവാവിനെ കാണാനില്ല. 2 പേരെ രക്ഷപ്പെടുത്തി. കാണാതായത് മരുതൂർ കുളങ്ങര സ്വദേശി സുബിനെ.
കൊട്ടാരക്കര പെരുവമ്പുഴി പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് കൃഷിവിളകൾ വെള്ളം കയറി നശിച്ചു. താഴ്ന്ന പ്രദേശമായതിനാൽ പാണ്ടിവയൽ ഏലയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനാൽ ജലനിരപ്പ് ഉയരാനും സാധ്യത. മലപ്പുറം ജില്ലയിൽ കടൽക്ഷോഭം ശക്തമായ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റുന്നവർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പകരം സൗകര്യം ഒരുക്കുന്നത് എന്ന് ജില്ലാ കളക്ടർ. കോവിഡ് നിരീക്ഷണത്തിലുള്ളവർ, കോവിഡ് ബാധിച്ച് വീട്ടിൽ തന്നെ കഴിയുന്നവർ എന്നിവർക്ക് പ്രത്യേകം സൗകര്യം ഒരുക്കും. കല്യാണ മണ്ഡപങ്ങൾ, ഹാളുകൾ എന്നിവിടങ്ങളിലാണ് സൗകര്യം ഒരുക്കുകയെന്നും കളക്ടർ. ടൌട്ടെ ചുഴലിക്കാറ്റിൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളും രക്ഷാപ്രവർത്തനവും വിലയിരുത്താൻ പ്രധാനമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെയും ദുരന്ത നിവാരണ സേനയിലെയും ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. വൈകിട്ട് 5 മണിക്കാണ് യോഗം. കോവിഡ് ബാധിച്ച് രാജ്യത്ത് 24 മണിക്കൂറിനിടെ 3890 മരണം. 3,26,098 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.26%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ കർണാടകയിൽ. 41,779 പേർക്ക് രോഗം, 373 മരണം. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ മഹാരാഷ്ട്ര രണ്ടാമത്. 24 മണിക്കൂറിനിടെ 39,923 പേർക്ക് രോഗം. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് മരിച്ചത് 714 പേർ. 4 ആഴ്ചയായി ലോക്ഡൌൺ തുടരുന്ന ഡൽഹിയിൽ രോഗവ്യാപനം കുറഞ്ഞു. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 8,506 പേർക്ക്. ഡൽഹിയിൽ കോവിഡ് കേസുകൾ 10,000-ന് താഴെയാകുന്നത് ഏപ്രിൽ 10-ന് ശേഷം. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സിക്കിമിലും ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നു. തിങ്കളാഴ്ച മുതൽ ഒരാഴ്ച വരെയാണ് നിയന്ത്രണം. എല്ലാ സർക്കാർ ഓഫീസുകളും അടച്ചിടും. മാർക്കറ്റുകൾ, ഫാക്ടറികൾ എന്നിവയും പ്രവർത്തിക്കില്ല. തിങ്കളാഴ്ച മുതൽ 2 ആഴ്ചത്തേക്ക് ബംഗാളിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. സ്വകാര്യ സ്ഥാപനങ്ങൾ അടക്കം പ്രവർത്തിക്കില്ല. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 7 മുതൽ 10 വരെ. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സഹോദരൻ അസിൻ ബാനർജി കോവിഡ് ബാധിച്ച് മരിച്ചു. കഴിഞ്ഞ 1 മാസത്തോളമായി കോവിഡ് ചികിത്സയിലായിരുന്നു. കൊൽക്കത്തയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ കേന്ദ്രമന്ത്രിയും കേരള ഗവർണറുമായിരുന്ന RL ഭാട്ടിയ അന്തരിച്ചു. കോവിഡ് ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം. 100 വയസ്സായിരുന്നു. 2004 മുതൽ 2008 വരെ കേരള ഗവർണർ ആയിരുന്നു RL ഭാട്ടിയ. രാജ്യത്ത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഡിസംബറോടെ വാക്സിനേറ്റ് ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. വാക്സിൻ പ്രതിസന്ധിക്ക് ഈ മാസത്തോടെ പരിഹാരമാകും. വരും മാസങ്ങളിൽ കോവാക്സിൻ, കോവിഷീൽഡ്, സ്പുട്നിക് വാക്സിനുകളുടെ കൂടുതൽ ഡോസ് ലഭ്യമാകുമെന്നും കേന്ദ്രം. DRDO വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ മരുന്നായ 2DG അടുത്ത ആഴ്ച മുതൽ ലഭ്യമാകും. 10,000 ഡോസ് മരുന്നാണ് ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കുക. കൂടുതൽ ഉപയോഗത്തിനായി മരുന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നും DRDO. ഇന്ത്യയിലെ കോവിഡ് സാഹചര്യം ഏറെ ആശങ്കാജനകമെന്ന് ലോകാരോഗ്യ സംഘടന. പല സംസ്ഥാനങ്ങളിലും രോഗീനിരക്കും മരണനിരക്കും അപകടകരമാം വിധം ഉയരുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം ഇന്ത്യയിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്നില്ല എന്നും ലോകാരോഗ്യ സംഘടന. ആദ്യ തവണത്തേക്കാൾ കൂടുതൽ മാരകമായ മഹാമാരിയാണ് നേരിടുന്നത് എന്ന ലോകാരോഗ്യ സംഘടന. ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലും രോഗവ്യാപനം രൂക്ഷമാണ്. ഈ രാജ്യങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായം നൽകുമെന്നും ലോകാരോഗ്യ സംഘടന. കുട്ടികൾക്കും കൌമാരക്കാർക്കും കോവിഡ് വാക്സിൻ നൽകാനുള്ള തീരുമാനം മാറ്റിവെക്കണമെന്ന് ലോകാരോഗ്യ സംഘടന. സമ്പന്ന രാഷ്ട്രങ്ങൾ ഇതിനായി കരുതിവെക്കുന്ന വാക്സിൻ ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് നൽകണമെന്നും WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനം. ദരിദ്ര രാഷ്ട്രങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് പോലും വാക്സിൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നും WHO. വാക്സിൻ വിതരണത്തിൽ അസമത്വം ഉണ്ടായി എന്ന് വിമർശനം. വാക്സിന്റെ ഭൂരിഭാഗവും സമ്പന്ന രാഷ്ട്രങ്ങൾ സ്വന്തമാക്കി. കുട്ടികൾക്കും കൌമാരക്കാർക്കും ഇപ്പോൾ വാക്സിൻ കൊടുക്കാനുള്ള തീരുമാനം സമ്പന്ന രാഷ്ട്രങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് WHO. കോവിഡിന്റെ 2ാം ഡോസ് വാക്സിൻ 8 ആഴ്ചയ്ക്കുള്ളിൽ എടുക്കണമെന്ന് ബ്രിട്ടൻ. 2 ഡോസുകൾ തമ്മിലുള്ള ഇടവേള 12 ആഴ്ച ആക്കാനായിരുന്നു നേരത്തെ ആലോചന. എന്നാൽ രോഗവ്യാപനം വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ബഹിരാകാശ ദൌത്യത്തിൽ ചരിത്ര നേട്ടവുമായി ചൈന. ചൈനയുടെ റോവർ സുരക്ഷിതമായി ചൊവ്വയിൽ ഇറങ്ങി.
നാസയുടെ പെർസിവിയറൻസ് ചൊവ്വയിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് ചൈനയുടെ ദൗത്യം. ഗാസ സംഘർഷഭരിതമായി തുടർന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഇതുവരെ 31 കുട്ടികൾ ഉൾപ്പെടെ 131 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 920 പേർക്ക് പരിക്ക്. അമേരിക്കൻ പ്രതിനിധി ഇസ്രായേലിൽ. ആക്രമണം ഭയന്ന് ഇതിനകം പലായനം ചെയ്തത് ആയിരങ്ങൾ. ഐക്യരാഷ്ട്ര രക്ഷാസമിതി നാളെ വീണ്ടും യോഗം ചേരും. വിഷയം സജീവമായി ചർച്ച ചെയ്യുമെന്ന് അമേരിക്ക. ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം നാളെ ജന്മനാട്ടിൽ സംസ്കരിക്കും. മൃതദേഹം പുലർച്ചെയോടെ ഡൽഹിയിലെത്തിച്ചു. വൈകിട്ട് 5:30 നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇടുക്കി കീരിത്തോടിലേക്ക് കൊണ്ടുപോകും. നാളെ 2 മണിയോടെ കീരിത്തോട് നിത്യസഹായ മാതാപള്ളി സെമിത്തേരിയിൽ സംസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ഒറ്റ MLA പാർട്ടികളുമായി CPM നാളെ ചർച്ച നടത്തും. ഇടതുമുന്നണി യോഗം മറ്റന്നാൾ. CPI-യുമായി വീണ്ടും ചർച്ചയ്ക്ക് CPM. സത്യപ്രതിജ്ഞ ചടങ്ങ് പൊതുവേദിയിൽ നടത്തരുത് എന്ന് IMA. വിർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് സത്യപ്രതിജ്ഞ മാറ്റണം. ആൾക്കൂട്ടമില്ലാതെ സത്യപ്രതിജ്ഞ നടത്തണം. സമൂഹത്തിന് നൽകുന്ന സന്ദേശം കൂടിയാണ് ഇതെന്നും IMA. കാസർഗോഡ് കോവിഡ് ചികിത്സയ്ക്ക് അമിത നിരക്ക് ഈടാക്കിയതായി പരാതി. കാഞ്ഞങ്ങാട്ടെ സഞ്ജീവനി ആശുപത്രിക്കെതിരെയാണ് പരാതി. 4 ദിവസത്തെ ചികിത്സയ്ക്ക് 50,000-ഓളം രൂപ ഈടാക്കി. PPE കിറ്റിന് മാത്രം ഈടാക്കിയത് 19,000 രൂപ. ഉപയോഗിക്കാത്ത ICUവിനും ബില്ലെന്ന് പരാതി. പാലക്കാട് ആംബുലൻസ് സർവീസിന് അമിത നിരക്ക് ഈടാക്കുന്നതായി പരാതി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് 3 ഇരട്ടിയോളം നിരക്ക് ഈടാക്കുന്നത്. ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും സമീപത്തെ ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് 7,000 വരെ ഈടാക്കുന്നതായി ആരോപണം. മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ഡൌണിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ K. ഗോപാലകൃഷ്ണൻ. മലപ്പുറത്തെ സാഹചര്യങ്ങൾ അതീവ ഗുരുതരം. ജനങ്ങൾ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചാൽ 2 ആഴ്ച കൊണ്ട് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാമെന്നും കളക്ടർ. ഏറ്റുമാനൂരിലെ കോവിഡ് രോഗികൾക്ക് ഓക്സിജന്റെ അളവ് നോക്കാൻ ഇനി ബുദ്ധിമുട്ടേണ്ട. മണ്ഡലത്തിലെ മുഴുവൻ വാർഡുകൾക്കും പൾസ് ഓക്സിമീറ്റർ വിതരണം ചെയ്തു. ഓക്സിമീറ്ററുകൾ സംഘടിപ്പിച്ചത് നിയുക്ത MLA BN വാസവന്റെ നേതൃത്വത്തിൽ. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കോവിഡ് ചികിത്സാ കേന്ദ്രം കൊച്ചിയിൽ ഒരുങ്ങി. BPCLന്റെ സഹകരണത്തോടെ ഓക്സിജൻ ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് ബെഡുകളിലേക്ക് ഓക്സിജൻ എത്തിക്കും. ഡ്യൂട്ടിക്കായി 130 ഡോക്ടർമാരും 240 നഴ്സുമാരും. തിങ്കളാഴ്ച കടയടച്ച് പണിമുടക്കുമെന്ന് ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ. സർക്കാരിന് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് സമരം. കോവിഡ് വ്യാപനം കാരണം ഇൻഷുറൻസ് പരിരക്ഷ അടക്കം ഉറപ്പുവരുത്തണമെന്ന് വ്യാപാരികളുടെ ആവശ്യം. കോവിഡ് പോസിറ്റീവായ രോഗികളെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തില്ലെന്ന് പരാതി. പട്ടാമ്പി ആമയൂർ കോവിഡ് പരിശോധനാ ക്യാമ്പിൽ നിന്നും നിർദ്ദേശിച്ച തിരുവേഗപ്പുറ സ്വദേശികളെയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കോവിഡ് രോഗികളെ സഹായിക്കുന്നതിന് സ്നേഹവണ്ടികൾ ഒരുക്കി DYFA. കോവിഡ് രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ആളുകൾക്ക് കോവിഡ് പരിശോധനയ്ക്ക് പോകുവാൻ അടക്കമുള്ള വാഹനങ്ങൾ സജ്ജമാക്കിയത്. ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 3 കാറുകളാണ് സജ്ജമാക്കിയത്. 24 മണിക്കൂറും ഇവ സർവീസ് നടത്തും. പെരിന്തൽമണ്ണയിൽ കോവിഡ് രോഗിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആംബുലൻസ് അറ്റൻഡർ കസ്റ്റഡിയിൽ. സ്വകാര്യ ആംബുലൻസിലെ അറ്റൻഡറായ പുലാമന്തോൾ സ്വദേശി പ്രശാന്തിനെയാണ് പോലീസ് പിടികൂടിയത്. യുവതിയെ ഏപ്രിൽ 27-ന് പുലർച്ചെ സ്കാനിങ്ങിനായി കൊണ്ടുപോകുമ്പോഴാണ് പ്രശാന്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കോഴിക്കോട് ജില്ലയിൽ കോവിഡിനൊപ്പം ഡെങ്കിപ്പനിയും പടർന്നു. ഈ മാസം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് 37 കേസുകൾ. ദേശീയ ഡെങ്കിപ്പനി ദിനമായ ഞായറാഴ്ച എല്ലാ വീടുകളിലും ഉറവിട നശീകരണ ദിനമായി ആചരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ക്യാൻസർ അതിജീവനത്തിലൂടെ ശ്രദ്ധേയനായ നന്ദു മഹാദേവ കോഴിക്കോട്ട് അന്തരിച്ചു. ക്യാൻസർ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട കോഴിക്കോട് MVR ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 27 വയസ്സായിരുന്നു. അതിജീവനം എന്ന കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകനായിരുന്നു നന്ദു. പത്തനംതിട്ട കാനറ ബാങ്ക് ശാഖയിലെ തട്ടിപ്പിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. പ്രതി വിജീഷ് വർഗീസിന്റെ കുടുംബാംഗങ്ങളിലേക്കാണ് പോലീസ് അന്വേഷണം നീളുന്നത്. ഭാര്യയുടെയും ഭാര്യാപിതാവിന്റെയും ബാങ്ക് അക്കൗണ്ട് രേഖകൾ പോലീസ് പരിശോധിക്കും. തട്ടിപ്പ് നടത്തിയ പണം ഭാര്യയുടെയും ഭാര്യാപിതാവിന്റെയും അമ്മയുടെയും അക്കൗണ്ടുകളിലേക്ക് കൂടുതൽ തവണ മാറ്റിയതായി പോലീസിന് സൂചന. തട്ടിപ്പ് നടത്തിയ തീയതികളിലും സമയത്തും ബന്ധുക്കൾ നടത്തിയ ബാങ്ക് ഇടപാടുകളും രേഖകളും പരിശോധിക്കും. വിജീഷ്
മുൻപ് ജോലി ചെയ്തിരുന്ന ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിലും വിശദമായ പരിശോധന. കുളത്തൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ച ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതായി പരാതി. ഗുരുതരമായി പരിക്കേറ്റ ഗുരുനഗർ സ്വദേശി രതീഷിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് തുമ്പ പോലീസ്. തിരുവനന്തപുരം തമ്പാനൂരിലെ അഴുക്കുചാൽ ശുചീകരണത്തിനെ ചൊല്ലി മേയറും റെയിൽവേ ഡിവിഷൻ എഞ്ചിനീയറും തമ്മിൽ പരസ്യമായ തർക്കം. ശുചീകരണ പ്രവർത്തനങ്ങളിൽ റെയിൽവേ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചായിരുന്നു മേയറുടെ പ്രതിഷേധം. ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് മേയർ. ഓട്ടിസം ബാധിച്ച കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ സുധീറിനെതിരെ വധശ്രമത്തിന് കേസ്. 15 വയസ്സ് മുതൽ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായി അമ്മയുടെ മൊഴി. ചട്ടം പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. കുട്ടിയുടെ അമ്മ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കോഴിക്കോട് മുക്കം മണാശ്ശേരി മേഖലകളിലെ കടകളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടമാണ് ഇവിടങ്ങളിൽ ഉണ്ടായത്. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് വെള്ളക്കെട്ടിന് ഇടയാക്കിയതെന്ന് പരാതി. തൃശൂരിലെ 4 വനം വകുപ്പ് സ്റ്റേഷനുകൾ അടച്ചു. പീച്ചി വനം ഡിവിഷൻ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. അടച്ചുപൂട്ടിയ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെ മറ്റ് സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റി. കണ്ണൂർ ജില്ലയിലെ മൊറാഴ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം വാക്സിൻ ചലഞ്ചിനായി വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ സമാഹരിച്ച പണം തളിപ്പറമ്പ് നിയുക്ത MLA MV ഗോവിന്ദന് കൈമാറി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് പണം സമാഹരിച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ റോഷി അഗസ്റ്റിൻ MLAയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങി. മെഡിക്കൽ കോളേജിന് ആംബുലൻസ് കൈമാറിക്കൊണ്ടാണ് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആംബുലൻസിന്റെ സേവനം അടുത്ത ആഴ്ച മുതൽ ലഭ്യമാക്കാൻ കഴിയുമെന്ന് MLA. വയനാട് മേപ്പാടിയിൽ മരങ്ങൾക്കിടയിൽ കാലുകുരുങ്ങിയ പിടിയാനയെ സാഹസികമായി രക്ഷിച്ച വനംവകുപ്പ് സംഘം. മേപ്പാടി മുണ്ടക്കൈയിൽ തൊഴിലാളി സ്ത്രീയെ ആക്രമിച്ച കാട്ടുകൊമ്പനെ തുരത്താൻ എത്തിയപ്പോഴാണ് മരങ്ങൾക്കിടയിൽ അവശയായി കിടക്കുന്ന പിടിയാനയെ കണ്ടത്. മരം മുറിച്ചു മാറ്റി സാഹസികമായാണ് രക്ഷാദൌത്യം പൂർത്തിയാക്കിയ ആനയെ കാട്ടിലേക്ക് വിട്ടത്. ഈ വാർത്തയോടുകൂടി ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. വയനാട് മേപ്പാടി റേഞ്ചിലെ വനപാലകർക്ക് ഈ നിമിഷങ്ങൾ മറക്കാനാവില്ല. തൊഴിലാളി സ്ത്രീയെ ആക്രമിച്ച കാട്ടുകൊമ്പനെ തുരത്താൻ മുണ്ടക്കയിലെ വനാതിർത്തിയിലെ ഏലത്തോട്ടത്തിൽ എത്തിയതാണവർ. കാടുകൊടുക്കുന്ന കൊമ്പനെ തേടിയെത്തിയവർ കണ്ടത് മരങ്ങൾക്കിടയിൽ കാൽ കുടുങ്ങി അവശ്യ നിലയിലായ പിടിയാനയെ. മുൻകാലുകളിലൊന്ന് 2 മരങ്ങൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ അത്രമേൽ വേദനയിൽ പുളഞ്ഞ് മസ്തകം നിലത്തുകുത്തിയിരിക്കുന്നു. എങ്ങോട്ടും അനങ്ങാനാവാത്ത അവസ്ഥ. അടുത്തെത്തിയപ്പോഴാണ് ആന അകപ്പെട്ട കുരുക്ക് വനപാലകർക്ക് ബോധ്യമായത്. പിന്നീട് സാഹസികമായി അവർ രക്ഷാദൌത്യം ഏറ്റെടുക്കുകയായിരുന്നു. ആനയെ കൂടുതൽ നോവിക്കാതെ മരം മുറിച്ചു മാറ്റി. ഏലത്തോട്ടത്തിൽ പണിക്കുപോയവരെ ആക്രമിച്ചത് മരങ്ങൾക്കിടയിൽ കാൽ കുരുങ്ങിയ പിടിയാനയ്ക്ക് കാവൽ നിന്ന കാട്ടുകൊമ്പനായിരുന്നുവെന്ന് വനപാലകർ വ്യക്തമാക്കി. കാട്ടുകൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളി സ്ത്രീ ലീല മേപ്പാടിയിലെ DMVMS മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇവിടെ ചികിത്സാ ചെലവുകൾ വഹിക്കുമെന്ന് വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. രതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്.